കാണാതായ വൃദ്ധയെ കാടിനോട് ചേർന്ന് അവശനിലയിൽ കണ്ടെത്തി. കൈകളിൽ ചുമന്ന് റോഡിലെത്തിച്ച് പോലീസ് ഇൻസ്പെക്ടർ. ഇന്നലെ വൈകിട്ട് 5ഓടെ 77 വയസ്സുള്ള അമ്മയെ കാണുന്നില്ല എന്ന പരാതിയുമായി മകൻ പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസ് ഇൻസ്പെക്ടർ മൊഴി നൽകാൻ മകനോട് ആവശ്യപ്പെട്ടു. തുടർന്ന് അയാളുടെ കൂടെ വന്ന കൊച്ചുമകനോടൊപ്പം പോലീസ് സംഘവുമായി ഇൻസ്പെക്ടർ സ്ഥലത്തെത്തി അന്വേഷിച്ചു. വളരെ ദുർഘടമായ സ്ഥലമായിരുന്നു അത്. പാറക്വാറിയും പാറക്കുളവുമൊക്കെയുള്ള സ്ഥലം. അമ്മ പതിവ് പോലെ രാവിലെ അമ്പലത്തിൽ പോയതാണ്. പിന്നെ കാണാതായി. വിശാലമായ റബ്ബർ തോട്ടവും തുടർന്ന് കാടും. എല്ലായിടവും പോലീസ് സംഘം തിരഞ്ഞു. ഒടുവിൽ കാടിനോട് ചേർന്ന് ഏറെ അവശയായ നിലയിൽ വൃദ്ധയെ കണ്ടെത്തി. അവിടെ നിന്നും റോഡിലേക്ക് പാറക്കല്ലുകൾ നിറഞ്ഞ കുത്തിറക്കവും കയറ്റവും ഉണ്ടായിരുന്നു. കാഴ്ചക്കുറവിന്റെ പ്രയാസം അലട്ടുന്ന അവർ രണ്ടുപേരുടെ കയ്യിൽ പിടിച്ചെങ്കിലും വേച്ചു വീണു പോകുന്ന അവസ്ഥയിലായിരുന്നു. അതേ പ്രായത്തിലുള്ള സ്വന്തം അമ്മയെക്കുറിച്ച് ഓർത്ത ഇൻസ്പെക്ടർ വൃദ്ധയെ കൈകളിൽ കോരിയെടുത്ത് കല്ലുകൾ തീർത്ത തടസ്സവും ഇറക്കവും കയറ്റവും ശ്രദ്ധിക്കാതെ 3/4 കിലോമീറ്ററോളം ദൂരം അതിവേഗം താണ്ടി തോളിലേറ്റി റോഡിലെത്തിച്ചു. തുടർന്ന് ആശുപത്രിയിലും. പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം മകൻ ബിജുവിനൊപ്പം കൂട്ടിയയക്കുകയും ചെയ്തു. ഇത് BS ശ്രീജിത്ത്, പോലീസ് ഇൻസ്പെക്ടർ, മലയാളപ്പുഴ SHO. പ്രൊമോഷൻ ലഭിച്ച ശേഷമുള്ള ആദ്യത്തെ സ്റ്റേഷൻ. ജീവൻ അപകടത്തിൽപ്പെടാവുന്ന സാഹചര്യത്തിൽ രക്ഷയുടെ കരങ്ങൾ നീട്ടി അദ്ദേഹം കോരിയെടുത്തത് പ്രമേഹവും രക്തസമ്മർദ്ദവും തുടങ്ങി നിരവധി അസുഖങ്ങളുള്ള, പ്രായാധിക്യത്തിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മലയാളപ്പുഴ വടക്കുംപുറം നല്ലൂർ തേവള്ളിൽ കൊല്ലംപറമ്പിൽ സരസ്വതി എന്ന വൃദ്ധ മാതാവിനെയാണ്. സരസ്വതി താമസിക്കുന്ന വീട് റോഡിൽ നിന്നും കുറെ ഉള്ളിലുള്ള ഉപ്പിടുംപാറ എന്നയിടത്താണ്. തനിച്ചാണ് താമസം. വീടിന്റെ താഴ്ഭാഗം കാടുപിടിച്ച് കിടക്കുകയാണ്. 2 മക്കളുള്ള ഇവരുടെ ഭർത്താവ് ഗോപാലൻ ആചാരി നേരത്തെ മരണപ്പെട്ടു. കുറച്ച് താഴെയുള്ള വീട്ടിൽ മകളും കുടുംബവും. മകൻ ഇലക്കുളത്താണ് താമസിക്കുന്നത്. ഇവർ മകളുടെ പരിചരണത്തിലാണുള്ളത്. ദിവസവും രാവിലെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോകും. ഇന്നലെയും പതിവ് പോലെ പോയതാണ്. പിന്നെയാണ് കാണാതായത്. ഏത് അനിവാര്യ ഘട്ടങ്ങളിലും സന്ദർഭങ്ങളിലും ഉറവ പറ്റാത്ത ആർദ്രതയുടെ മുഖവുമായി, കരുതലിന്റെ കരുത്തുള്ള കരങ്ങളുമായി കേരള പോലീസ് ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഇത്തരം ഹൃദയസ്പർശിയായ അനുഭവങ്ങളിലൂടെ. SCPO അജിത് പ്രസാദ്, CPOമാരായ അനിൽ, അരുൺരാജ് എന്നിവരാണ് പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.